പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു ഒക്കെയും. എന്നിട്ട് തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. എത്ര കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മെ ദൈവത്തിന് സ്തോത്രം, ദൈവ സന്നിധിയിൽ നമ്മ ആരായിരിക്കണം? തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കണമെന്നുള്ളതാണ്. നമ്മെ തിരഞ്ഞെടുത്തതിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദൈവസന്നിധിയിൽ വിശുദ്ധിയോട് വേർപാടോട് നമ്മൾ ദൈവസന്നിധി ആരാധിക്കുന്നവരായി തീരണം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, വിശുദ്ധരും നിഷ്കളങ്കരമായി തീരുവാൻ. ഹല്ലേലൂയ. തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാ പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, അതിനെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യമാ പ്രിയമുള്ളവർ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്നെ ക്രിസ്തുവിൽ, അല്ലെങ്കിൽ എന്നെയൊക്കെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? നമുക്ക് ആ അനുഗ്രഹം, ദൈവത്തിന് സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരമായി നിൽക്കണമെന്ന് ആ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ തിരഞ്ഞെടുത്തതിനൊരു പ്രത്യേക പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നിശ്ചിതരും നിഷ്കളങ്കരമായി ദൈവസന്നിധിയിൽ നമ്മൾ ആയിത്തീരണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും നമ്മുടെ മേൽ ആ കർത്താവ് നൽകി തന്നിരിക്കുന്നത്, നമുക്ക് ആ അനുഗ്രഹങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നത്. ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തോടൊപ്പം ഭൗതിക ലോകത്തിൽ വേണ്ടതെല്ലാം ഒരു ദൈവ പൈതലിന് കർത്താവ് ഒരുക്കും. യാതൊരു സംശയവുമില്ല. ഇന്ന് പട്ടിണിയാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് എല്ലാം ഈ സ്വർഗത്തിൽ, അല്ലെ ദൈവത്തിന് ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം നമുക്ക് ഒരുക്കി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് മതിയായവനാ. ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നത് നമുക്കറിയാം. 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവസാനം ഇങ്ങനെ കാണുന്നു, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും, നമ്മെ പിന്തുടരും. എന്താ? നമ്മൾ ഹല്ലേലൂയ ആ നന്മയും കരുണയും നമ്മൾ പിന്തുടർന്ന് പോകേണ്ട, നമ്മെ പിന്തുടരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചാൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, ഈ നന്മയും കരുണയും എല്ലാം നമ്മുടെ ആയുഷ്കാലം മൊത്തം നമ്മെ പിന്തുടരുമെന്ന്. നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല, അത് നമ്മെ പിന്തുടരും. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്നിട്ടാ പറയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അവൻ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന ഇപ്രകാരമാണ്, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. നമ്മെ ദത്തെടുത്തിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്നെ ദത്തെടുത്തത് അതിൻ്റെ തമ്പുരാന് ഈ ഹല്ലേലൂയ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഹല്ലേലൂയ നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ ദത്തെടുക്കുവാൻ, ആ പാപത്തിൻ്റെ അന്ധകാരത്തെ. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലാഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെയും അനുസരിച്ച് നമ്മൾ നേരത്തെ എങ്ങനെയുള്ളവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരാണ്. അവരുടെ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ചേട്ടമോഹങ്ങൾ,
സംഭവങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവിഹാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. നമ്മെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച് എന്താ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ 33 തിരുവെഴുത്തിൽ ഹല്ലേലൂയ 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. ഹല്ലേലൂയ. അവസാനമായി പാപികളും ദോഷികളുമായിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എത്ര പേർക്ക് എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയുവാൻ കഴിയട്ടെ, എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ എൻ്റെ പാപത്തിന് പരിഹാരമായി എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ വിടുവിപ്പാൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് തന്നെയല്ല, 3-ാം ദിവസം നമുക്ക് വേണ്ടി കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ ആ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്ന. മറന്നു പോകരുത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ആ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. ഹല്ലേലൂയ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മെ തിരഞ്ഞെടുത്തതിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് ആ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിശ്ചയത്തിന് നിഷ്കളങ്കരമായി ദൈവസന്നിധി നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി തന്നിരിക്കുന്നത് ആർക്കാ? വിശുദ്ധരും നിഷ്കളങ്കരമായി ദൈവസന്നിധി നിൽക്കുന്നവർക്ക്. ഹല്ലേലൂയ. അവർക്കാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നൽകി തന്നിരിക്കുന്നത്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിക്രമങ്ങളാലും പാവങ്ങളായാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു വന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു യോഗ്യതയുമില്ലായിരുന്ന സ്ഥാനത്ത് നമ്മെ യോഗ്യതകളാക്കി തീർത്ത ദൈവത്തിൻ്റെ ആ പദ്ധതി എത്ര വലുതെന്ന് നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് വിശുദ്ധരും നിഷ്കളങ്കരമായി ദൈവസ്ഥലം നിൽക്കേണ്ടതിന്, ദൈവത്തെ ആരാധിക്കേണ്ടതിന്, ദൈവസ്ഥനെ സ്തുതിക്കേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് കഴിയണം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തന്നെ ഈ വചനങ്ങളുമാകെ നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവ് നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും പിടിവിക്കുകയും ചെയ്യണമേ. കർത്താവ് വിശുദ്ധരും നിഷ്കളങ്കരമായി നിന്ന് ദൈവസന്നിധി ആരാധിപ്പാൻ എല്ലാവരെയും ഇവിടുന്ന് ഒരുക്കിയെടുക്കുന്നത് ഓർത്ത് സ്തോത്രം. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന കഴിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.